സമസ്ത 100ാം വാർഷികത്തിൻ്റെ മുഖ്യ ആകർഷണമാണ് 33,313 പേർ പങ്കെടുക്കുന്ന ക്യാമ്പ്. ആ ക്യാമ്പ് സൈറ്റിൻ്റെ വിവിധ ദൃശ്യങ്ങൾ പലപ്പോഴായിട്ട് കാണിച്ചു. ഇതിൻ്റെ പ്രധാന കമാനം നേരത്തെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ കമാനവും അതുപോലെയുള്ള കുറേ അപ്ഡേഷൻ, കുറേ കാര്യങ്ങൾ കൂടി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ കമാനമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കൂടാതെ തന്നെ വിവിധ അപ്ഡേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു രാത്രി കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൂടി ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. മുഖ്യ കമാനം കഴിഞ്ഞ് രണ്ടാമത്തെ കമാനത്തിലേക്ക് ആളുകൾ കൃത്യമായി വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്നതെല്ലാം ഇതിൻ്റെ കൗണ്ടറുകളാണ്, രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ്. ഓരോ ദിവസവും എത്തി കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്ത് ഡെലിഗേറ്റ്സുകളെ ഈ പറഞ്ഞ നമ്പർ 33,313 പേരാണ് ഡെലിഗേറ്റ്സായിട്ട് പങ്കെടുക്കുന്നത്. അവരെത്തി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങളിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിശദമായ കാര്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാം കമാനവും രണ്ടാമത്തെ കമാനവും കഴിഞ്ഞ് മൂന്നാമത് രജിസ്ട്രേഷൻ കൗണ്ടർ കൂടി പൂർത്തിയായി കഴിയുമ്പോൾ പിന്നീട് എത്തുന്നത് ഇതാ ഈ കാണുന്ന റൗണ്ട് അബൌട്ടിലേക്കാണ്. ഈ റൗണ്ട് അബൌട്ട് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകളെ ഓരോ ഏതൊക്കെ സ്പേസിലേക്ക് അന്ന് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റൗണ്ട് അബൌട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ലോഗോ കൂടി ചേർത്തിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇങ്ങനെ 3 സ്പേസുകളായിട്ടാണ് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 9 ഗേറ്റുകളുണ്ട്. 9 ഗേറ്റിൽ നമുക്കിത് കിട്ടുന്ന പാസുകൾ സ്കാൻ ചെയ്താണ് ഇതിനകത്തേക്ക് കയറേണ്ടത്. ഇതിൻ്റെ കൂടി പണി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ക്യാമ്പിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി പൂർത്തിയായിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ നമ്മുടെ റാഷിദ് നമ്മുടെ കൂടെയുണ്ട്. റാഷി, എന്തൊക്കെയാണ് ഇപ്പോൾ ബാക്കി ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഈ ദിവസത്തിപ്പോൾ? നമ്മളിപ്പോൾ ഇതുവരെ കൊടുത്ത ഒരു അപ്ഡേഷനിൽ നമ്മുടെ ഒന്നാമത്തെ ഗേറ്റ് വരെ നമ്മൾ കൊടുത്തു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗേറ്റ് കണ്ടു, നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ കണ്ടു, അത് കഴിഞ്ഞ് നമ്മുടെ റൗണ്ട് അബൌട്ട് കണ്ടു. അതും കഴിഞ്ഞ് ഇവിടെ 9 ഗേറ്റിനെ കുറിച്ച് ഇപ്പോൾ അവസാനം പറഞ്ഞു വെച്ചു. ആ 9 ഗേറ്റുകളിൽ അവർക്ക് കൊടുത്ത ക്യാമ്പ് പ്രതിനിധികൾക്ക് കൊടുത്ത ഒരു QR കോഡ് അടക്കമുള്ള ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനടുത്ത് നിൽക്കുന്ന ആ സ്കാനറിൽ ഇവർ വന്നാൽ മതി. പേപ്പർലെസ് വർക്കാണെന്നുള്ളതാണ്. ആരും പേപ്പർ എഴുതി നമ്പറും ഫോണോ ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കാണിക്കുന്നു, അകത്ത് കയറുന്നു. ഇത് കടന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകാൻ ഇവരെ ഏൽപ്പിക്കപ്പെട്ട ദായിമാരും ഏൽപ്പിക്കപ്പെട്ട വോളണ്ടിയേഴ്സൊക്കെ വേറെ ഉണ്ടാകും. അവരങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇവിടെ എല്ലാം യാന്ത്രികമായിട്ട് നടക്കുമെന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു അപ്ഡേഷൻ കാണുന്നത് ഇവിടെ ഈ കാണുന്ന ടെൻറ്റ് ഇതൊരു ഹോസ്പിറ്റലാണ്. ഓക്കെ, ഒരു ആശുപത്രിയാണ്. ഇവിടെ 16ഓളം ബെഡുകൾ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം. അത് ആശ്രം മിംസിൻ്റെയും അതോടൊപ്പം തന്നെ CM ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടു കൂടി പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ SKSFൻ്റെ മെഡിക്കൽ വിങ് ആയിട്ടുള്ള അവരുടെ വലിയ ഒരു പ്രാതിനിധ്യമുണ്ട്. അവർ ബാംഗ്ലൂർ സമ്മേളനത്തിൽ ചെയ്ത വർക്കുകൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ അവരിവിടെയും അവരുടെ സേവനം ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ പണികൾ പൂർത്തിയായി വരികയാണ്. നമുക്കിനി ഇത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു രാത്രികാല ദൃശ്യമാണ്. ഇപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകല് പോലെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് ടവറുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇന്ന് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റിൻ്റെ ടെസ്റ്റാണ് ഇന്ന് ഈ ജർമ്മൻ ടെൻറ്റിനകത്ത് ഇപ്പോൾ നടന്നു. നമുക്ക് ഇതിനകത്തൂടെ തന്നെ ഒന്ന് കയറാം. നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഇവിടുത്തെ സൗകര്യത്തെക്കുറിച്ചും ഇന്നിവിടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കൗതുകം കൂടിയുണ്ട്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇവിടെ ഇത് വലിയ ഏകദേശം എത്ര മീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം? 200 മീറ്ററാണ്. 200 മീറ്ററാണ് സ്റ്റേജിലേക്കുള്ള ദൂരം. 40 മീറ്റർ വീതിയാണ് വരുന്നത്. അങ്ങനെ 3 ടെൻറ്റുകൾ. അപ്പോൾ അതിൽ ചെറിയൊരു കണക്ക് 320 ലൈറ്റ് മെറ്റൽ ജാം ലൈറ്റ് എന്നാണ്. വെച്ചാൽ ഒരു ടെൻറ്റിനകത്ത് 320 ലൈറ്റുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 220 സീലിംഗ് ഫാനുകൾ. 220 സീലിംഗ് ഫാനുകൾ ഒരു ടെൻറ്റിനകത്ത്. 6 ഹെലികോപ്റ്റർ ഫാനുകൾ ഒരു ടെൻറ്റിനകത്ത്. അത്തരത്തിൽ 18 ഹെലികോപ്റ്റർ ഫാനുകൾ കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ ഫാനുകൾ ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് എത്തിയതാണ്. ഇതിൻ്റെ ഫസ്റ്റ് യൂസാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇവൻറ്റിൽ ആദ്യമായിട്ടാണ് ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് ആദ്യത്തെ യൂസാണ്. മറ്റൊരു കാര്യമുള്ളത് ഹാങ്ങിങ് ബോക്സുകളാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ സമ്മേളനത്തിന് ചെന്ന് കഴിഞ്ഞാൽ മുൻപിൽ ബോക്സ് കാലിൽ പൊക്കിയിട്ടായിരിക്കും. കാഴ്ച മറക്കുന്നൊരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അടുത്തൊക്കെ ഇരിക്കുന്നവർ. ഇവിടെ ഒരു പ്രശ്നമില്ല. അതിൽ ഒരു ഹാങ്ങിങ്ങിൽ തന്നെ 2 സെറ്റ് വരുന്നുണ്ട്. അത് 4000 വാട്ട്സ് ആണെന്നുള്ളതാണ്. ചെറിയ കുഞ്ഞി ബോക്സ് ആയിരിക്കും.
പക്ഷേ ഹെവിയാണ് 4000 ആണെന്നുള്ളതാണ്. മറ്റൊന്ന് ഹാങ്ങിങ് സ്ക്രീനുകൾ. ഇപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ച മറക്കുന്നതാണ്. പക്ഷെ ഇവിടെ വരുന്നത് ഹാങ്ങിങ് സ്ക്രീനാണ്. അത് ഒരു ടെൻറ്റിനകത്ത് 12 ഹാങ്ങിങ് സ്ക്രീനുകൾ വരുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 200 മീറ്റർ നീളമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് സ്റ്റേജിലെ കാഴ്ച സ്വാഭാവികമായിട്ട് ദൃശ്യമാവില്ല. പക്ഷേ ഈ സ്ക്രീനുകൾ ഇത്രയുള്ളത് കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ അവർക്ക് കാണാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ ടെൻറ്റിനകത്തും ഏറ്റവും ആദ്യം വലിയ അഥവാ 40x12 സൈസിലുള്ള വലിയ LED വാൾ ഏറ്റവും ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ സ്റ്റേജ് വ്യൂ പോലെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ലൈറ്റ് ടെസ്റ്റ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ പ്രകാശഭൂരിതമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു രാത്രിയുടെ ഇപ്പോൾ എല്ലാ ഫാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു കൂള് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒട്ടുമിക്ക ഏകദേശം ഒരു നല്ല ഒരു വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇവിടെ കാർപ്പറ്റുകൾ വിരിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞാൽ അവരടുത്ത സൗണ്ട് ടെസ്റ്റ് വേറെയും ഈ ഹാങ്ങിങ് മൈക്കുകൾക്ക് പുറമെ കുറച്ച് ബോക്സുകൾ കൂടി കയറും. അതുകൂടി കഴിഞ്ഞാൽ അത് നടത്തണമെന്നുണ്ടെങ്കിൽ കാർപ്പറ്റ് വിരിച്ചതിന് ശേഷം അവരുടെ സൗണ്ട് ടെസ്റ്റ് നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. സൗണ്ട് ടെസ്റ്റും ലക്ഷക്കണക്കിന് വാട്ട്സ് ഇവിടെ സൗണ്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് നേരത്തെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് അടുത്തൊന്ന്. അത് കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. 33,313 പേർ വിവിധ നാടുകളിൽ നിന്ന് അവരിവിടെ എത്തുമ്പോൾ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ്, കാരണം ഭക്ഷണം ഇവിടേക്കാണ് വരുന്നത്. ഒരു തരി അരിമണി അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ ക്യാമ്പ് അംഗങ്ങൾക്കൊരു മത്സരം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ അവരുടെ നീറ്റ് ആൻഡ് ക്ലീന് അത് നോക്കാൻ അവർക്ക് പ്രത്യേക വോളണ്ടിയേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരിസ്ഥിതി സൗഹൃദ വേസ്റ്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്കുള്ള കുടിവെള്ളം സജ്ജീകരിക്കുന്നുണ്ട്. ആ തരത്തിലൊക്കെ ആണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻ. ഒരു പക്ഷേ നാളെ രാത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ട് തലേന്നൊക്കെ നമ്മൾ മറ്റൊരു അപ്ഡേഷൻ കൊടുക്കുമ്പോൾ ഈ കാഴ്ചകളൊന്നും ആയിരിക്കില്ല നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് മൊത്തം സീൻ തന്നെ മാറിയിട്ടുണ്ടാകും. ഏതായിരുന്നാലും നമ്മൾ ഈ ഒരു ടെൻറ്റിനകത്താണ് ഡേ ടു ഡേ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സ്പോയിൽ വന്ന ആളുകൾ എക്സ്പോയെ പോലെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ലേറ്റ് ആയിട്ടും ഇവിടെയൊക്കെ വന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ കാഴ്ച ലൈറ്റൊക്കെ അത്ഭുതത്തോടെ കാണുന്നുണ്ട്. കുറേ ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ എത്തിയിട്ട് കാണുന്നുണ്ട് കാഴ്ച. ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ സൂചിപ്പിക്കണം. ഞങ്ങളുടെ അടുത്ത് ഇവിടുത്തെ പന്തൽ വർക്ക് നടത്തുന്ന ആളുകൾ, ഇവൻ്റ് നടത്തുന്ന ആളുകൾ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ദയവ് ചെയ്ത് ഇവിടേക്ക് ആളുകൾ വരാതിരിക്കണം എന്ന്. കാരണം ഇതിനകത്ത് പൊടിപടലങ്ങളില്ലാതിരിക്കാൻ, ഇവരുടെ വാക്കുകൾ സുഗമമാവാൻ ഇവിടെ എക്സ്പോ സന്ദർശിക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരരുതേ എന്നാണ് അവർ പറയുന്നത്. പരമാവധി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ കാണുന്നവരോട് പറയാനുള്ളത് ആരും ഈ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വരേണ്ടതില്ല. കാരണം ഇവിടെ പണികൾ നടക്കുന്നുണ്ടും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് പണി നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് വരുന്നവർക്കൊക്കെ അപകട സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ, കൂടുതൽ അപ്ഡേഷൻസ് പരമാവധി ഞങ്ങൾ തരാൻ ശ്രമിക്കാം. അതെ, തീർച്ചയായിട്ടും. ഏതായിരുന്നാലും ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ദൃശ്യവുമായി മറ്റൊരു കാഴ്ചകളും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.